ഫാത്തിമാ കൂട്ടായ്മ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ അമ്മേ, ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. മന്ദീഭവിച്ചു പോയ ഹൃദയത്തിന്റെ അഭിഷേകം പുനഃസ്ഥാപിച്ച് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ദൈവിക ശക്തി ഞങ്ങളിൽ നിറയപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോ മിശിഹായ്ക്ക് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം, നമുക്ക് ബൈബിൾ എടുക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ മണിക്കൂറുകളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ജപമാലയുടെ സമയങ്ങളിലൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് ചോദിച്ചിരുന്നു ഏത് മേഖലകളെക്കുറിച്ചാണ് ഇന്ന് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ. ആ നിമിഷങ്ങളിൽ ദൈവം നൽകിയൊരു ബോധ്യം അനുസരിച്ച് പ്രിയമുള്ളവരെ, ഒരുപാട് കേട്ട് നമ്മൾ ധ്യാനിച്ച ഒരു വചനഭാഗം തന്നെയാണ് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. അത് ഒന്നാം പ്രമാണത്തെക്കുറിച്ചാണ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിന്റെ മുന്നിൽ ഇന്ന് ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ അനേകങ്ങൾ കൗൺസിലിങ്ങിനായി കടന്നു വരുമ്പോൾ പറയുന്ന ഒരു മേഖലയാണ്, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ കുറ്റമറ്റ വിധം ജീവിക്കുന്നവരാണ്, എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നില്ല. ഒരുപാട് പഠിച്ച് പാസ്സായി മക്കൾ ഡിഗ്രിയൊക്കെ എടുത്ത് പഠിച്ചെല്ലാം പൂർത്തീകരിച്ച് നിന്നിട്ട് പോലും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ജോലി കിട്ടിയില്ല എന്നൊരു സമയം വരുന്നു, പക്ഷെ ജോലി കിട്ടുന്നില്ല, ജോലി അകന്നു പോകുന്നു. ഇതൊരു പ്രാവശ്യമല്ല ബ്രദറെ, ഒരുപാട് പ്രാവശ്യം ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലർ പറയാണ്, ഞങ്ങൾ ഇന്ന് വരെ ദൈവഹിതമല്ലാത്തൊരു പ്രവൃത്തി, ഈ ജനിച്ച് ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ദൈവഹിതമല്ലാത്തൊരു പ്രവൃത്തിയിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടില്ല. പക്ഷേ കുടുംബത്തിൽ നിന്ന് രോഗങ്ങൾ മാറുന്നില്ല. ഒരാൾക്കൊരു രോഗം വന്ന് മറ്റൊരു വേറൊരു രോഗമായി മാറി മാറി ഇങ്ങനെ രോഗങ്ങൾ വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഈ മാറി മാറി വരുന്ന രോഗങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് പല രീതിയിലുള്ള സ്കാനിങ് ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു രോഗവും ഉള്ളതായിട്ട് ഒരു ടെസ്റ്റിലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെ അനേകം അവസ്ഥകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, അതുപോലെ കുടുംബത്തിൽ മക്കളെ കാറ്റസിസത്തിനൊക്കെ വിട്ട് എല്ലാ രീതിയിലും പഠിപ്പിച്ച് നല്ല രീതിയിലൊക്കെ കടന്നു വന്ന മക്കൾ ഇതാ ഇന്ന് അനുസരണക്കേടിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ കടന്നു വരുന്ന അനേകങ്ങൾ കൗൺസിലിംഗ് സമയങ്ങളിൽ അടുത്തിരുന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഇവർക്ക് വേണ്ടി കൗൺസിലിംഗ് കൊടുക്കുമ്പോഴും ഒക്കെ ദൈവത്തിന്റെ മുന്നിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കർത്താവേ, എന്തുകൊണ്ടാണ് ഇത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിന്ന് ഇത്രത്തോളം പ്രാർത്ഥനാപൂർവം ഇന്ന് വരെ പ്രമാണങ്ങൾ ഒന്നും ലംഘിക്കാതെ ദൈവത്തിന് സ്ഥാനമാനങ്ങൾ നൽകി ജീവിക്കുന്ന അനേകങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ അവസ്ഥകൾ മാറുന്നില്ല? എന്താണ് ഇതിന് കാരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം, പ്രിയമുള്ളവരെ, കർത്താവ് തന്നൊരു വചനം, ആ വചനം തന്നെയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വലുതുകാര്യം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം പഴയ നിയമത്തിലെ 2ാമത്തെ പുസ്തകമാണ്. ഉൽപ്പത്തി കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന പുസ്തകമാണ് പുറപ്പാട്. ആ പുറപ്പാടിന്റെ പുസ്തകം 20ാമത്തെ അധ്യായം അതിന്റെ 5ാമത്തെ തിരുവചനമാണ് ഇന്ന് ധ്യാനിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം. നമുക്കൊന്ന് വായിക്കാമോ? എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുടെ 1000 തലമുറ ഞാൻ കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം പിതാ ഉപയോഗിക്കരുത്. നമ്മൾ എവിടെ പോലെ വായിക്കുന്നത്? 20ന്റെ 5 ഞാൻ പറഞ്ഞിരിക്കുന്നത്. 20ാം അധ്യായം അതിന്റെ 5ാമത്തെ വചനം, അത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കാമോ? അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്. പുറപ്പാടിന്റെ പുസ്തകം 20ാമത്തെ അധ്യായം 5ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം
തലമുറ വരെ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, വചനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുവാണ്. പരിശുദ്ധ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക്, പരിശുദ്ധ വചനം പറയാണ്, വെറുക്കുന്ന കുറ്റങ്ങൾക്ക് ദൈവത്തിന്റെ മുന്നിൽ എന്തുണ്ട്? ശിക്ഷാ നടപടി ഉറപ്പായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്. അവിടെ നിന്ന് ഈശോ പറയുകയാണ്, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിലെ ശിക്ഷാ നടപടിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് എവിടെ നമ്മളൊരു ക്ലാസ്സിലായാലും നമ്മളൊരു ധ്യാനത്തിനായാലും എവിടെ പോയാലും ദൈവം നമുക്ക് നൽകുന്ന ബോധ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ധ്യാനിക്കുന്നതും ധ്യാന വിഷയങ്ങളിലും എല്ലാം പറയുന്നത് ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല കർത്താവ്, മറിച്ച് രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാ. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല കർത്താവ്. പുതിയ നിയമത്തിൽ മുഴുവനും പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം, ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു 20:5, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3, 4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കുമെന്ന്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ. പ്രിയമുള്ളവരെ, ദൈവം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ്. ദൈവത്തിന്റെ മുന്നിൽ ദൈവത്തിന് വെറുപ്പുളവാക്കുന്ന, ദൈവത്തിന് ഹിതമല്ലാത്തൊരു പ്രവൃത്തിയിലൂടെ നിന്റെ ദൈവത്തിന്റെ മുന്നിൽ ഒരു പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധ വചനം വളരെ വ്യക്തമായി പറയുകയാണ്, നീ പ്രവർത്തിക്കുന്ന നിന്റെ വെറുപ്പിന്റെ, നിന്റെ സ്വഭാവത്തിന്റെ, നിന്റെ അവസ്ഥയ്ക്ക് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിന്റെ മേഖലയ്ക്ക് വേണ്ടി നിന്റെ 3, 4 തലമുറ വരെ ശിക്ഷിക്കപ്പെടും. ശിക്ഷാ നടപടി ഉണ്ട് എന്ന് വചനം വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് കർത്താവ് പറയുന്നത് ശിക്ഷാ നടപടിയിലേക്കല്ല ദൈവം വിളിക്കുന്നത്, രക്ഷാ നടപടിയിലേക്കാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് പല കുടുംബങ്ങളും ദൈവത്തിന്റെ മുന്നിൽ അനേകങ്ങൾ ദൈവഹിതമനുസരിച്ച് എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഇന്ന് വരെ ദൈവത്തിന്റെ മുന്നിൽ ഒരു പാപം പോലും ചെയ്യാതെ കർത്താവിന് ഹിതമായ രീതിയിൽ ജീവിക്കുന്ന അനേകങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ 1000 പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന അനേകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ ജീവിതത്തെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നൽകിയ ഒരു വചനമാണ് ഈ വചനം. പ്രിയമുള്ളവരെ, സ്വർഗം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. ഈ വചനത്തെ കുറിച്ച് പ്രാർത്ഥിച്ച അനേകങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആയതിനാൽ ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധ വചനം, അതിൽ നിന്ന് വള്ളിയോ പുള്ളിയോ വ്യത്യാസം വരുത്തുവാൻ നമുക്ക് അനുവാദമില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നീ പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പുറപ്പാടിന്റെ പുസ്തകം 20:5, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നതെല്ലാം ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല കർത്താവെന്ന്. ഞാൻ ഒരിക്കലും ഈശോ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണെന്ന് ഞാൻ സ്ഥാപിക്കുകയല്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തുമല്ല. മറിച്ച് പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് ദൈവം ശിക്ഷാ നടപടി വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെയും എന്റെയും ജീവിതത്തിൽ ഞാനും നീയും അനുഭവിക്കുന്ന പല മേഖലകളിലും ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന വചനത്തിന് സ്വാധീനമുണ്ടെന്ന് പ്രിയമുള്ളവരെ അനേകങ്ങളുടെ ജീവിതത്തിൽ നിന്നും ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ബോധ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, പുറപ്പാടിന്റെ പുസ്തകം 34:7 അവിടുന്ന് വളരെ പരിശുദ്ധ വചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പുറപ്പാടിന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ തിരുവചനം പരിശുദ്ധ വചനം പറയാണ്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പരിശുദ്ധ വചനം പറയാണ്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, നീ ഒരു തെറ്റ് ചെയ്യുമ്പോഴോ, നീ ഒരു കുറ്റം ചെയ്യുമ്പോഴോ, നീ ഒരു പാപം ചെയ്യുമ്പോഴോ അതിനെല്ലാം ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ഒരു കർത്താവാണ് നമ്മൾ. എന്നാൽ അടുത്ത വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന് വായിക്കാമോ? എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മകളെയും മക്കളുടെ മക്കളെയും 3, 4 തലമുറയോളം ശിക്ഷിക്കുന്നവനാണ് നിന്റെ ദൈവമെന്ന്. പ്രിയമുള്ളവരുടെ പരിശുദ്ധ വചനം പറയാണ്, ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ തന്നെയാണ് നിന്റെ ദൈവമെങ്കിലും പരിശുദ്ധ വചനം പറയാണ്, എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, നിന്റെ കാര്യങ്ങളിൽ ക്ഷമിക്കുന്ന ഒരു ദൈവം തന്നെയാണ് എന്റെയും നിന്റെയും ദൈവമെങ്കിലും നീ ചെയ്തിരിക്കുന്ന കുറ്റങ്ങളുടെ മേൽ കണ്ണടയ്ക്കുന്നില്ല. പിന്നെയോ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും. ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ വീണ് കിടക്കുന്ന അവസ്ഥയ്ക്ക് ഇന്ന് അനേകങ്ങളെ എന്നെ കണ്ടുമുട്ടുമ്പോൾ ഞാനുമായി ഷെയർ ചെയ്യുമ്പോൾ പറയുകയാണ്, ബ്രദറെ, പ്രാർത്ഥിച്ചു മടുത്തു, ഇന്ന് വരെ പാപത്തിന്റെ ഒരു മേഖലയിലേക്ക് കടന്നു പോയിട്ടില്ല. 1 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. കുടുംബ പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, ദൈവത്തിന്റെ മുന്നിൽ
കുറ്റമറ്റം വിധം ജീവിക്കുന്നു, എന്നിട്ടും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നില്ല, എന്നിട്ടും ജീവിതത്തിൽ അഭിഷേകം കടന്നു വരുന്നില്ല. ദൈവത്തിന്റെ മുന്നിൽ എന്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല? ഇവിടെ വചനം പറയുകയാണ്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3, 4 തലമുറ വരെ ശിക്ഷിക്കുന്നവനാണ് നിന്റെ ദൈവമെന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, എൻ്റെ പൊന്നുമക്കളെ, ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ കേൾക്കണം, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പൂർവികരിലൂടെ കടന്നു വന്ന ഏതെങ്കിലും അവസ്ഥകള് ദൈവത്തിന്റെ മുന്നിൽ അതെനിക്ക് ശിക്ഷാ നടപടിയായി മാറിയിട്ടില്ലെന്നോ, അല്ലെങ്കിൽ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്നോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ ഇന്ന് അനേകങ്ങൾ കണ്ണുനീരോടെ ദൈവത്തിന്റെ മുന്നിൽ ഓടിയെത്തി പറയുന്നു, പ്രാർത്ഥിക്കുന്നു, കുമ്പസരിച്ച് ജീവിതത്തിന്റെ തലങ്ങളിൽ ഒരു പാപം പോലും അവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും അനേകങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റാത്ത രീതിയിൽ കാലിടറി നിൽക്കുന്ന അവസ്ഥകള്, കടന്നു പോകുന്ന വഴികളിൽ കാലിടറി വീണ് കിടക്കുന്ന അവസ്ഥകള്, അനുഗ്രഹമായി മാറാൻ പറ്റാത്ത അവസ്ഥകള്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയാണ്, എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും, പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം വളരെ വ്യക്തമാക്കുകയാണ്, മക്കളെയും മക്കളുടെ മക്കളെയും. കർത്താവ് ആദ്യം പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾക്ക് നിന്റെ 3, 4 തലമുറ വരെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം വീണ്ടും ഇവിടെ ഓർമ്മപ്പെടുത്തുവാണ്. വീണ്ടും നമുക്കൊരു വചനം നോക്കാം. നിയമാവർത്തന പുസ്തകം അതിന്റെ 7-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം. നിയമാവർത്തനം 7-ാം അധ്യായം 10-ാം തിരുവചനം. അവിടുന്ന് വചനം പറയുന്നു, തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയാണ്, തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും. വീണ്ടും അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം നിന്നെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്, തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും, അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ നീ കടന്നു പോകുമ്പോൾ കർത്താവ് പറയാണ്, തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. വീണ്ടും 11-ാമത്തെ വചനം പറയുന്നു, ആകയാൽ ഞാനിന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, ഇന്ന് ഭൂമിയിൽ ജീവിച്ച ജീവിതങ്ങളിൽ ഇന്ന് അനേകങ്ങൾ കാലിടറി വീണതിന്റെ ഒന്നാമത്തെ കാരണം നിന്റെ ദൈവമായ കർത്താവിനെ വെറുത്തത് കൊണ്ടാണ്. നിന്റെ ദൈവത്തിന്റെ മുന്നിൽ നീ അവിടുന്ന് അഭിഷേകമായി ജീവിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ മുന്നിൽ നീ ഇന്ന് പാപത്തിന്റെ പല പരിണത ഫലങ്ങളിലൂടെ കടന്നുപോയി നീ ഇന്ന് വീണ് കിടക്കുകയാണ്. അവിടെ നിന്ന് എണീക്കുവാൻ പറ്റാത്ത രീതിയിൽ നീ എന്ത് ചെയ്യുന്നു? പാപത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകുന്നു. പ്രിയമുള്ളവരോട് വചനം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. 11-ാമത്തെ വചനം, നിയമാവർത്തനം 7-11. ആകയാൽ ഞാനിന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ജനമേ, ഈ അടുത്ത കാലത്തായി കൗൺസിലിങ്ങിനായി കടന്നു വന്ന ഒരു ശുശ്രൂഷ മേഖലയിലുള്ള ഒരു സഹോദരൻ കൗൺസിലിങ്ങിനായി ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മേഖല എങ്ങനെയാണ്, ബ്രദറെ, 12 വർഷമായി ഞാൻ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ദൈവവചനം പറയുന്ന വ്യക്തിയാണ്. എന്നാൽ എൻ്റെ മക്കൾ 2 പേരും ഒരുപാട് പഠനത്തിലൂടെ കടന്നുപോയി. അവർ ഞാൻ പേര് കാര്യങ്ങൾ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പലരും അറിയുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ അവരെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. പ്രിയമുള്ളവരെ, ആ സഹോദരൻ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, എൻ്റെ മോള് MBA കഴിഞ്ഞു, എൻ്റെ മകൻ അതുപോലെ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സും കഴിഞ്ഞു, എല്ലാം പഠനം പൂർത്തിയാക്കി. 1-2 പ്രാവശ്യം ജോലിയൊക്കെ ശരിയായി, പലപ്പോഴും അവന് പോകാനായിട്ട് പൈസയൊക്കെ കൊടുത്ത് ജോലിയെല്ലാം ഓക്കെ ആയി. പോകുന്നതിൻ്റെ തലേന്ന് ഒരു ഫോൺ വരും, ഒന്നെങ്കിൽ ഒരു മെയിൽ വരും, ആ ജോലി ക്യാൻസലായി, ആ ജോലിയിലേക്ക് പോകുവാൻ പറ്റുന്നില്ല, അത് തടസ്സപ്പെട്ടു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇങ്ങനെ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ. ആ സഹോദരൻ ഞാനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ വചനം ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ്, അനേകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ തടസ്സങ്ങളും കൊണ്ട് മാറുന്നില്ല. ആ ഒരു മേഖലയിലേക്ക് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്ന ഒരു മേഖല എങ്ങനെയാണ്, അദ്ദേഹം താമസിക്കുന്ന ഭവനം അവിടെ ഒരു ക്ഷേത്ര മേഖല പോലെ ദൈവം എനിക്ക് കാണിച്ചു തരികയാണ്. അതായത് ഒരു ക്ഷേത്രം അവിടെ ഉള്ളതായിട്ട്.
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, നിങ്ങൾ ഈ താമസിക്കുന്നിടത്ത് പണ്ടൊരു ക്ഷേത്രം നിലനിന്നിരുന്നൊരു സ്ഥലമാണോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ ചാച്ചൻ മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാമോ. ചാച്ചനൊക്കെ ഭയങ്കര വിശ്വാസിയായിരുന്നു, പ്രാർത്ഥനയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. പക്ഷേ അതിനു മുമ്പിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ ഒരു മേഖലയാണല്ലോ എനിക്ക് കാണിച്ചു തരുന്നത് പ്രാർത്ഥിക്കുമ്പോൾ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി ആവണം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരുന്നൊരു മേഖല, അവിടെ ഹോമങ്ങളും പല രീതിയിലുള്ള തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ അനുസരിച്ച് വിജാതീയ ദേവന്മാരുടെ വിഗ്രഹങ്ങളും ഒക്കെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നല്ല ബോധ്യം നൽകുകയാണ്. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇത് സംശയിക്കാനൊന്നുമില്ല, നിങ്ങളുടെ കുടുംബത്തിൽ പൂർവികരിലൂടെ കടന്നു വന്ന പല മേഖലകളും പല തടസ്സങ്ങളും ഒക്കെയാണ് ഈശോ കാണിച്ചു തരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, എൻ്റെ ചാച്ചൻ മരിച്ചുപോയി, ഇനി എനിക്ക് ഏതാണ് അവസ്ഥകളെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ ഒരു ബോധ്യം നൽകി. ഞാൻ ആ ബോധ്യം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, സഹോദര, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്നും നമുക്കൊരു കരകയറാനുള്ളൊരു മേഖലയായി ദൈവം മാറ്റി തരും. അദ്ദേഹം പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, ബ്രദറിന് ദൈവം നൽകിയ ബോധ്യം എന്താണോ അത് പറയാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞു, സഹോദര, നിങ്ങളുടെ ഒരു 12 തലമുറ, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു 12 തലമുറയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന ചൊല്ലിക്കണം. പ്രിയമുള്ളവരെ, 12 തലമുറയ്ക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ബോധ്യം നൽകുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തന്നെ പോയിട്ട് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ അത് ചെയ്തോളാം. അദ്ദേഹം അതിനുശേഷം കടന്നുപോയി. പ്രിയമുള്ളവരെ, ഏതാണ്ട് 3-4 മാസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ കൂടി അദ്ദേഹം അവിടെ എന്നെ കാണാനായിട്ട് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്, ബ്രദർ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാണിച്ചു തന്ന ബോധ്യമില്ലേ, തലമുറയിലൂടെ കടന്നു വന്ന ബന്ധനം, ബ്രദറെ, അത് യാഥാർത്ഥ്യമായിരുന്നു. അത് ഞാൻ പിറ്റേന്ന് തന്നെ വീട്ടിൽ പോയി, ഞങ്ങൾ ഇടവകയിൽ പോയിട്ട് ഭാര്യയുമായി ഞാൻ ആദ്യം സംസാരിച്ചു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഇടവകയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി 12 തലമുറയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ മേലിൽ നിന്നിരിക്കുന്ന അവസ്ഥകൾ മാറാൻ ഒരു വിശുദ്ധ കുർബാന ചൊല്ലിക്കണം. അതിനുശേഷം അച്ഛൻ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചു. ആ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം ഞങ്ങളൊരു പാപവും ചെയ്തിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഞങ്ങൾ ദൈവഹിതമല്ലാത്തൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നീയും നിന്റെ തലമുറയും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കാലങ്ങളായി നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധ വചനം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ അകൃത്യങ്ങൾക്ക് നിന്റെ 3-4 തലമുറ വരെ ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദൈവമാണ്. ഇവിടെ നിയമാവർത്തനം 7:11 പറഞ്ഞില്ലേ, ആകയാൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇവിടെ വചനം ഇദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ മകന് 4 മാസം മുമ്പ് വരെ വലിയ തടസ്സങ്ങളിൽ പോയിരുന്നു. ആ തടസ്സങ്ങൾ മാറി. ആ മകനിതാ UK ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ആ തടസ്സങ്ങളെ കർത്താവ് മാറ്റിക്കൊടുത്തു വന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇത് ഒരു കേസല്ല, ഇത് ഒരാളുടെ മാത്രം പ്രശ്നങ്ങളല്ല. എനിക്ക് ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ പറയാൻ പറ്റും. കാരണം അത്രത്തോളം ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഇന്നും അനേകങ്ങൾ കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ ട്രസ്റ്റിലായിരിക്കുമ്പോഴും അവിടുത്തെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോഴും ഓരോരുത്തരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവരെന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളുടെ പഠനം കഴിഞ്ഞു. മോള് പറയുകയാണ്, ബ്രദറെ, ഞാനിനി പഠിക്കാനായിട്ട് പഠനമെല്ലാം പൂർത്തീകരിച്ച് എൻ്റെ ജോലി മേഖലയ്ക്ക് വേണ്ടി നിൽക്കുന്നു, ഇന്റർവ്യൂ ഒക്കെ പാസ്സായി, പക്ഷെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവർ, ഇങ്ങനെ 1-2 10,000-കണക്കിന് പേരാണ് ഇതുപോലുള്ള മേഖലയിലൂടെ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് സംഖ്യയുടെ പുസ്തകം 32:23 വായിക്കാമോ? സംഖ്യയുടെ പുസ്തകം, അവിടുന്ന് പരിശുദ്ധ വചനം പറയുന്നത് ഇങ്ങനെയാണ്. സംഖ്യയുടെ പുസ്തകം 33:20, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയുകയാണ്, നിങ്ങളുടെ പൂർവികരുടെ കടന്നു വന്ന അകൃത്യങ്ങൾക്ക് നിങ്ങൾ പരിഹാരം ചെയ്യുവാൻ. എന്ത് പരിഹാരമാണ്? മറ്റൊരാൾ ചെയ്ത പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുമോ? മറ്റൊരാളുടെ പാപത്തിന് നമുക്ക് ഉപസരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങളുടെ പാപങ്ങൾക്ക്, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലമുറയിലൂടെ കടന്നു വന്ന പാപങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വേട്ടയാടും. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് കർത്താവ് സംഖ്യയുടെ പുസ്തകം 32:23 നമ്മളെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി. ഉൽപ്പത്തിയുടെ പുസ്തകം, 1-ാമത്തെ പുസ്തകമാണ് ഉൽപ്പത്തി, അതിന്റെ 4-ാമത്തെ അധ്യായം ഒന്ന് എടുത്തിട്ട് അതിന്റെ 7-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം.
ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം. പ്രിയമുള്ളവരുടെ വചനം പറയാണ്, ഉചിതമായി ചെയ്താൽ നീയും ദൈവത്തിന് സ്വീകാര്യനാണ്. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, ദൈവത്തിന്റെ പരിശുദ്ധ വചനം ഇന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുവാണ്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന അവസ്ഥകളിൽ, നീ കടന്നു പോകുന്ന വഴികളിൽ നിനക്കൊരു അനുഗ്രഹമായി മാറാൻ പറ്റാത്തതിന്റെ കാരണം നിന്നിലൂടെ കടന്നു വന്ന അവസ്ഥകളല്ല. എന്നാൽ ഉചിതമായി നീ പ്രവർത്തിച്ചാൽ, എങ്ങനെ പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാണ്. നിനക്ക് ഉചിതമായി പ്രവർത്തിക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ നീ സ്വീകാര്യനാവൂ. വീണ്ടും വചനം പറയുകയാണ്, പാപം എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വാതുക്കൽ തന്നെ പടിയിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, പാപം വാതുക്കൽ പടിയിരിപ്പുണ്ട്. ആയതിനാൽ നീ എന്ത് ചെയ്യണം? ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മുന്നിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ശ്രമിക്കണം. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകങ്ങൾക്ക് ഒരു ബോധ്യമുണ്ട്, ഇതൊക്കെ പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളല്ലേ? പഴയ നിയമത്തിലല്ലേ ശിക്ഷാ നടപടിയെ കുറിച്ച് പറയുന്നത്? പുതിയ നിയമത്തില് എന്ത് ശിക്ഷാ നടപടിയെ കുറിച്ച് പറയുന്നു? അവിടുന്ന് ദൈവമായ കർത്താവ് സകല പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ദൈവം നമ്മളെ എന്ത് ചെയ്തു? പൂർണ്ണമായും ശുദ്ധീകരിച്ചു. ആയതിനാൽ എനിക്കിനി പാപങ്ങളില്ല, എനിക്ക് ശാപങ്ങളില്ല. ഇത് തന്നെയാണ് എന്റെയും ഒരു ബോധ്യം. ഇത് തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമുക്ക് എടുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായം. വിശുദ്ധ മത്തായി പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമാണ് മത്തായി. അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 17-18 വചനം എന്താണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് വായിച്ചു നോക്കിയാലോ. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പരിശുദ്ധ വചനത്തിലൂടെ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ അസാധുവാക്കാനല്ല, പിന്നെയോ പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇനി നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് മോശയിലൂടെ നൽകിയ 10 പ്രമാണങ്ങളെയും അസാധുവാക്കാനാണ് ക്രിസ്തു വന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് പൂർത്തിയാക്കാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഈശോ വന്നിരിക്കുന്നത് ഈ പുസ്തകത്തിലുള്ള ഒന്നും ഇല്ലെന്ന് പറയാനോ അതിനെ അസാധുവാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അതിന്റെ പൂർത്തീകരണമാണ്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നതെങ്കിൽ, പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് പറഞ്ഞു, നിന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് നിന്റെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നീ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ശിക്ഷാ നടപടി നിന്നിലേക്ക് എങ്ങനെ കടന്നു വരുന്നു? പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ അപ്പന്മാരിലൂടെ, അവരിലൂടെ, സമ്പത്തിലൂടെ, അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആ ഓഹരി അതൊരിക്കലും അവര് മുഴുവനും നശിപ്പിച്ചത് കളഞ്ഞിട്ട് നിങ്ങളെ അനാഥരാക്കിയിട്ടാണോ അവർ പോകുന്നത്? അങ്ങനെയാണോ? അല്ല. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിന്റെ കുടുംബത്തിൽ നിന്റെ അപ്പന്റെ പേരിലുണ്ടായിരിക്കുന്നത്, ഒരു ബാങ്കിൽ നിന്റെ അപ്പന്റെ പേരിൽ ഒരു സ്വത്തുണ്ടെങ്കിൽ, ബാങ്കിൽ ഒരു അപ്പന്റെ പേരിൽ ഒരു അക്കൗണ്ടിൽ സാമ്പത്തിക മേഖല ഉണ്ടെങ്കിൽ, നീ ആ ബാങ്കിൽ ചെന്നിട്ട് നിന്റെ അപ്പന്റെ കാലശേഷം അപ്പന്റെ പേരിലുണ്ടായിരിക്കുന്ന ആ സ്വത്തുക്കൾക്ക് അവകാശമായി നീ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ആ ബാങ്ക് നിന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും പറയുന്നത്? അപ്പനും നീയും തമ്മിലുള്ള ബന്ധം, ആ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ, അതെന്ത് ചെയ്യണം? അവിടെ തെളിയിക്കണം. നീ ഇന്നയാളുടെ മകനാണെന്നുള്ള ഒരു ബോധ്യം അവിടെ നൽകണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ, അപ്പൻ്റെ കാലശേഷം അതെല്ലാം എന്നിലേക്ക് വന്ന് ഭവിക്കും. ഇത് എന്നിലേക്ക് കടന്നു വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ, അപ്പൻ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങൾ, കാരണം അപ്പൻ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി, കുമ്പസരിക്കാതെ അനുദപിക്കാതെ മരിച്ചുപോയ ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തി ദൈവത്തിന്റെ മുന്നിൽ പാപത്തിന്റെ ബന്ധനത്തിൽ തന്നെ കഴിയുന്ന വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവമായ കർത്താവിന്റെ മുമ്പിൽ അനുദപിച്ച് പാപത്തെ ഉപേക്ഷിക്കാതാണ് ഒരു വ്യക്തി മരിച്ചു പോയതെങ്കിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതിന്റെ പിന്നിലെല്ലാം അദ്ദേഹത്തിന്റെ പാപത്തിന്റെ ആ മേഖലകളിലെയും അവസ്ഥകൾ കടന്നു വരാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അനുദപിച്ച് കുമ്പസരിച്ച് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റുപറയാതെ മരിച്ചൊരു വ്യക്തിയാണെങ്കിൽ, ആ പാപം, പ്രിയമുള്ളവരെ, ശാപമായി മാറിക്കഴിഞ്ഞു. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ.
പ്രിയമുള്ളവരെ, നിങ്ങൾ ചെവി തുറന്ന് കേൾക്കുക. എൻ്റെ അപ്പൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലങ്ങളിൽ ദൈവത്തിന്റെ മുന്നിൽ അനുതപിച്ച് കുമ്പസരിക്കാതെ പാപത്തിന്റെ നൈമാനുഷ്യ സുഖങ്ങളിൽ സന്തോഷം കണ്ടെത്തി ദൈവത്തിന്റെ മുന്നിൽ പാപം ചെയ്ത് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയാണെങ്കിൽ ആ പാപത്തിന് ക്രിസ്തു എന്ത് ചെയ്തിട്ടില്ല? പരിഹാരം ചെയ്തിട്ടില്ല. അതിന് പരിഹാരം സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ പാപം ശാപമായി മാറി ഇന്ന് ആ സ്വത്തുക്കളുടെ മേലെല്ലാം എന്തൊഴുകി ഇറങ്ങിയിരിക്കുകയാണ്? പാപത്തിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ട് മരണമെന്ന തിന്മയുടെ മേഖല എല്ലാവരും പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അറിയാതെയാണ് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു മേഖലയിലേക്കും കടന്നു പോകുന്നില്ല. എന്നാൽ പാപത്തിന്റെ ശമ്പളമായ എൻ്റെ അപ്പന്റെ സ്വത്തുക്കൾ, അപ്പന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിലൂടെ ആ പാപത്തിന്റെ ഫലമായി ഉണ്ടായിരിക്കുന്ന ശാപത്തിന്റെ ബന്ധനവും എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. പ്രിയമുള്ളവരെ, ഇതിലൂടെ കടന്നു വരുന്ന പാപത്തിന്റെ ബന്ധനം ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്യില്ല? അതെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് പാപത്തിൽ നിന്നുള്ള മോചനം നൽകുവാനുള്ള ഒരു ശക്തിയുമില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ പൂർവികരിലൂടെ ചെയ്തു പോയ പാപബന്ധനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. പിന്നെ എനിക്കിവിടെ എന്ത് പറ്റും? ജീവിതകാലം മുഴുവനും ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? അല്ല. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ 18-ാമത്തെ വചനം പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്നും വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വചനമാണ് ഞാനിപ്പോൾ വായിച്ചത്. പ്രിയമുള്ളവരെ, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്നും വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ സത്യം ചെയ്ത് നിങ്ങളോട് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് പഴയ നിയമത്തെ എന്ത് ചെയ്യാനല്ല, നശിപ്പിക്കാനല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് അസാധുവാക്കുവാൻ അല്ല കർത്താവ് വന്നിരിക്കുന്നത്. പിന്നെയോ അത് സാധുവാക്കാനാണ്, അത് പൂർത്തിയാക്കാനാണ്. അതിന്റെ പൂർത്തീകരണത്തിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർത്തിയാകുവോളം എന്ത് പറഞ്ഞിരിക്കുന്നത്? നിയമത്തിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് കർത്താവ് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പൂർവികരിലൂടെ കടന്നു വന്ന എൻ്റെ പൂർവികർ ഏത് രീതിയിൽ ജീവിച്ച വ്യക്തികളാണോ, ഏതവസ്ഥയിലൂടെ കടന്നുപോയോ, എൻ്റെ കർത്താവിനെതിരെ പാപം ചെയ്ത് ജീവിച്ചവരാണോ, ദൈവത്തിന്റെ മുന്നിൽ നല്ല കുമ്പസാരം കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ വ്യക്തിയാണോ, എങ്ങനെ ജീവിച്ചു, ഏത് രീതിയിൽ എല്ലാം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി സകലതും സമ്പാദിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ മുന്നിൽ പ്രമാണങ്ങൾ ലംഘിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, പ്രിയമുള്ളവരെ, തിന്മ ആ വ്യക്തിയിൽ വസിച്ചിരുന്ന, എൻ്റെ അപ്പനിൽ വസിച്ചിരുന്ന, എൻ്റെ പൂർവികരിൽ വസിച്ചിരുന്ന ആ പാപത്തിന്റെ പരിണത ഫലമായി ഉണ്ടായിരുന്ന ശാപം എൻ്റെ ജീവിതത്തിലും പ്രവേശിച്ച് എന്നെയും കീഴ്പ്പെടുത്തുവാൻ അതിന് സാധിക്കും. ആയതിനാൽ നിന്റെ പ്രാർത്ഥനകളൊന്നും ദൈവസന്നിധിയിൽ എത്തപ്പെടുന്നില്ല. കാരണം പാപത്തിന്റെ ബന്ധനം നിന്റെ പ്രാർത്ഥനയിൽ നിന്ന് നിന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിന്നെ പൂർണ്ണമായും നിന്റെ അനുഗ്രഹങ്ങള് തടസ്സപ്പെടുത്തുന്ന നിമിഷങ്ങൾ, നിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും തടസ്സപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, പാപത്തിന്റെ അവസ്ഥകളും പാപത്തിലൂടെ കടന്നു വന്ന അവസ്ഥകൾക്കും ഇങ്ങനെ ജീവിക്കുന്ന അനേകങ്ങളുണ്ടെന്ന്. അനേകങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ എല്ലാ ദിവസങ്ങളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ എന്നിട്ടും എന്ത് സംഭവിക്കുന്നില്ല? ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിലേക്ക് ഇന്ന് വരെ പാപത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഒരു പാപം പോലും ചെയ്തിട്ടില്ല. പക്ഷെ കൊള്ള കുടുംബങ്ങളിലും ഇന്ന് ദൈവത്തിന്റെ മുന്നിൽ അവരെന്തായി മാറിയിരിക്കുന്നു? ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ, പ്രിയമുള്ളവരെ, കർത്താവിന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന അനേകങ്ങളെ. ഇവിടെയാണ് എഫേസോസ്യർക്ക് ഇത് ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. എഫേസോസ് 1:7 അവിടുന്ന് വചനം പറയാണ്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, എഫേസോസ്യർക്ക് ഇത് ലേഖനം 1:7 പറയാണ്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്ന. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങളുടെ ജീവിതങ്ങളിൽ യേശുക്രിസ്തു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപയിലൂടെ മാത്രമേ, അവന്റെ രക്തത്തിലൂടെ മാത്രമേ പൂർവികരിലൂടെ കടന്നു വന്ന പാപബന്ധനങ്ങളിൽ നിന്നും ശാപബന്ധനങ്ങളിൽ നിന്നും നിനക്ക് മോചനമുള്ളൂ. പ്രിയമുള്ളവരുടെ പരിശുദ്ധ വചനം എഫേസോസ്യർക്ക് ഇത് ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറയുകയാണ്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത്, കർത്താവിന്റെ സമൃദ്ധി, ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കൊത്ത് ക്രിസ്തുവിൽ പാപമോചനമുണ്ടെന്ന്. യേശു ക്രിസ്തുവിൽ മാത്രമേ എന്തുള്ളൂ? പാപമോചനമുള്ളൂ. അത് എൻ്റെ പാപങ്ങൾക്കായാലും എൻ്റെ പൂർവികരുടെ പാപങ്ങൾക്കാ വേണ്ടിയാണ് അവൻ കുരിശിലേറിയതെങ്കിൽ അവന്റെ രക്തത്താൽ എന്തുണ്ട്? പാപമോചനമുണ്ട്. പ്രിയമുള്ളവരെ, അവന്റെ രക്തം വഴി രക്ഷ കൈവന്നിരിക്കുന്നു. എങ്ങനെയാണ് യേശുവിന്റെ രക്തം വഴി എന്നിലേക്ക് പാപമോചനം ലഭിക്കുക? നമുക്കറിയാം, രക്തം ചിന്താതെ എന്തില്ല? പാപമോചനമില്ല. പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്നും, കാരണം പാപത്തിൽ നീ എന്തുമാത്രം സുഖം നീ അനുഭവിച്ചു.
പാപമെല്ലാം മനുഷ്യനെ കൊണ്ടുവന്ന എങ്ങനെയാ? എങ്ങോട്ടാ? സുഖത്തിലേക്കാ. വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി എന്താണ്? സുഖമല്ലേ അനുഭവിക്കുന്നത് ആ സമയത്ത്? ഈ ലോകത്തിന്റെ ജഡത്തിന്റെ സുഖം. മദ്യപിക്കുന്ന വ്യക്തി ഈ ലോകത്തിന്റെ ജഡത്തിന്റെ സുഖം. പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തി ഈ ലോകത്തെ ജഡത്തിന്റെ സുഖം. മറ്റുള്ളവരെ പറ്റിക്കുന്നവര്, മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും സമ്പാദിക്കുന്നവര്, ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ കഴിയുന്നവരെല്ലാം ആ സുഖങ്ങൾ അനുഭവിക്കും. ആ സുഖത്തിൽ മാത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിന്റെ കോണുകളിൽ പല നിമിഷങ്ങളിലും പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തി ആ പാപത്തിന്റെ സുഖം അനുഭവിക്കുന്നെങ്കിൽ, പാപത്തിൽ നിന്നും നിനക്ക് മോചനം വേണമെങ്കിൽ, പ്രിയമുള്ളവരെ, പാപത്തിന്റെ പരിണത ഫലമായി കടന്നു വന്നിരിക്കുന്ന ശാപബന്ധനങ്ങളിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ രക്ഷ രക്തമായി മാറണം. ഈശോ നിനക്ക് നൽകിയിരിക്കുന്ന ആ രക്ഷ എന്ന് പറയുന്നത് അവൻ സ്വന്തം ശരീരത്തിൽ പാപങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത്? അവൻ വേദന സഹിച്ചു. അവൻ വേദന സഹിച്ചു. വിശുദ്ധ പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ അധ്യായം. പ്രിയമുള്ളവരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4:1 പറയുന്നു, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്ന ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടുന്ന് പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം. നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിന്റെ മുന്നിൽ ക്രിസ്തുവിന്റെ മനോഭാവം എന്തായിരുന്നു? ക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? ഈശോയുടെ മനോഭാവം ഒരിക്കലും ഈ പാപങ്ങളൊന്നും ആര് ചെയ്തതല്ല, ക്രിസ്തു ചെയ്തതല്ല. നീ വിശ്വസിക്കണം. ഈശോ പാപം ചെയ്തിട്ടല്ല കുരിശിൽ കയറിയത്. ഈശോ നിനക്ക് വേണ്ടി സഹിച്ചത്, ഈശോ വേദന ചുമന്നത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് നീ പറയാണ്, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, പക്ഷെ എൻ്റെ പൂർവികരിലൂടെ കടന്നു വന്ന അവസ്ഥകൾക്ക് എനിക്ക് പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്റെ ശരീരത്തിൽ വേദന സഹിച്ചു. അതുകൊണ്ടല്ലേ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് എന്തായിരിക്കട്ടെ എന്ന്? ആയുധമായിരിക്കട്ടെ. നിങ്ങൾ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ഒരു ആയുധമായി മാറണം. വീണ്ടും അവിടെ എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്ന ഒരു ഹാലലിയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നീ ജീവിതത്തിൽ നീ അനുഭവിച്ച പാപത്തിന്റെ മേഖലകളിൽ എന്തുമാത്രം സുഖമേഖലകളിലൂടെ നീ കടന്നുപോയോ അത്രത്തോളം പാപത്തിന്റെ പരിണത ഫലമായി ഉണ്ടായിരിക്കുന്ന സുഖത്തിൽ നിന്നും വേദനയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നിനക്ക് എന്തുള്ളൂ? പാപമോചനമുള്ളൂ. ഇവിടെ പരിശുദ്ധ വചനം പറയുകയാണ്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഇവിടെ വചനം പറയുകയാണ്, രക്തം വഴിയാണ് രക്ഷ കൈവന്നിരിക്കുന്നത്. എന്താണ് യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത്? എന്താണ്? കൊളോസസ് 1:4 ഒന്ന് വായിക്കാമോ? കൊളോസസ്കാർക്ക് ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനം. പരിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. ആരിലൂടെയാ? ക്രിസ്തുവിലൂടെ. ക്രിസ്തുവിലൂടെ മാത്രമാണ് വന്നിരിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. വചനം പറയുന്നു, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയുകയാണ്, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, യേശുക്രിസ്തുവിന്റെ കാൽവരി മലയിലെ കുരിശിലല്ലാതെ, യേശുക്രിസ്തുവിന്റെ ബലിയിലല്ലാതെ എൻ്റെ പൂർവികർക്ക് വേണ്ടി എനിക്കൊരു പരിഹാരവും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല. എന്നാൽ എൻ്റെ കർത്താവായ ദൈവം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ വിശുദ്ധ കുർബാനയോട് ഞാൻ ചേർന്ന് നിന്നാൽ ആ കുർബാനയിലൂടെ എൻ്റെ കുടുംബത്തിൽ തലമുറകളിലൂടെ കടന്നു വന്ന എല്ലാ പാപബന്ധനങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ അഴിയാത്തതായ ഒരു ബന്ധനങ്ങളുമില്ല. വിശുദ്ധ കുർബാനയിൽ അഴിഞ്ഞു വിടാത്തതായ ഒരു ശാപങ്ങളുമില്ല. കാരണം അവൻ എനിക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിൽ സകലം സഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹനത്തിലൂടെ, ആ വേദനയിലൂടെ അവൻ നേടിയെടുത്തത് പൂർവികരിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പാപബന്ധനങ്ങളാണ്, ശാപബന്ധനങ്ങളാണ്. ആയതിനാൽ കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം കടന്നു വരുവാൻ പ്രാർത്ഥിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത രീതിയിൽ നിങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ കണ്ണുനീരോടെ ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്തോർത്ത്
ഓർത്തിരിക്കുകയാണെങ്കിൽ എന്റെ വാക്കുകൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങളുടെ തലമുറയിൽ നിന്ന് മരണപ്പെട്ടു പോയ 12 പൂർവികരുടെ തലമുറയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന ചൊല്ലിച്ചുകൊണ്ട് അവരുടെ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ കരുണാസമ്പന്നനായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിന്റെ പൂർവികളിലൂടെ കടന്നു വന്ന സകല പാപങ്ങൾക്കും അവൻ പരിഹാരം ചെയ്തുകൊണ്ട് നിന്നെ അവൻ ഏറ്റെടുത്തിരിക്കും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ആയതിനാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ബലിയുടെ അല്ലാതെ പൂർവികരുടെ പാപങ്ങൾക്ക് യാതൊരു മോചനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയില്ല. ആയതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ നിറയപ്പെടണം. വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു പോകണം. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 1:7 വചനത്തിൽ പറയുന്നു, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കപ്പെടുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, അവിടുത്തെ പരിശുദ്ധ വചനം പറയാണ്, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കപ്പെടുന്നു. ആയതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ഈ മണിക്കൂറുകളിൽ നമ്മൾ ഒന്നിച്ച് കുടുംബങ്ങളിൽ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന എല്ലാ പൂർവ്വ പാപങ്ങളും പൂർവ്വ പാപ ബന്ധനങ്ങളും തലമുറകളിലൂടെ കടന്നു വന്ന പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇരുന്നെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് ഈശോയുടെ മുന്നിൽ നിങ്ങളുടെ കുടുംബങ്ങളെ കൊടുക്കട്ടെ. കാലങ്ങളായി കുടുംബങ്ങളെ കെട്ടിയിരിക്കുന്ന പൂർവികളിലൂടെ കടന്നു വന്ന എല്ലാ പാപശാപ ബന്ധനങ്ങളും കൊളോസ്യർക്കെതിരെ ലേഖനം 2:15 വചനത്തിന്റെ ശക്തിയാൽ കർത്താവേ, ഈ നിമിഷങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ എത്തപ്പെടുവാൻ, ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ സന്നിധിയിൽ എത്തപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ മുന്നിൽ എത്തപ്പെടുവാൻ, ഇന്ന് കുറവുകളായി നിൽക്കുന്ന എല്ലാ മേഖലകളും ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹമായി മാറാത്ത ജോലി മേഖലകള്, ജോലി തടസ്സങ്ങള്, കുടുംബത്തിൽ കാലങ്ങളായി നിൽക്കുന്ന രോഗങ്ങള്, ഒന്ന് മാറി രോഗങ്ങള്, സാമ്പത്തിക തടസ്സങ്ങള്, ഇതെല്ലാം പൂർവിക മേഖലകളിലൂടെ കടന്നു വന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശു ക്രിസ്തുവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയായി കാലങ്ങളായി കുടുംബങ്ങളെ കെട്ടിയിരിക്കുന്ന എല്ലാ പാപശാപ ബന്ധന കെട്ടുകളും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ തിരുരക്തം ഇപ്പോൾ അനേകം കുടുംബങ്ങളിൽ ഒഴുകി ഇറങ്ങട്ടെ. കാൽവരി മലയിൽ 2026 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ചൊരിഞ്ഞ അതേ പരിശുദ്ധ രക്തം എല്ലാ കുടുംബങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി, കർത്താവെ, പഠനം പൂർത്തീകരിച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുടെ ജീവിതങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ രക്തം ഒഴുകി ഇറങ്ങട്ടെ. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ. വെളിപാട് 12:11 വചനത്തിന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് കാൽവരി മലയിലെ ബലിയുടെ യോഗ്യതയാൽ എല്ലാ ബന്ധനങ്ങളും ഏറ്റെടുത്ത കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫാത്തിമ മാതാവേ, അവിടുത്തെ പുത്രനോട് സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന യാതനകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.